മലയാളി ഫ്രം ഇന്ത്യ. അത് നിവിൻ പോളിയുടെ ധ്യാനിൻ്റെയും നല്ല ഗംഭീര കോമഡി, ഫുൾ കോമഡി എൻ്റർടൈനറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. ധ്യാൻ്റെ ആയാലും നിവിൻ പോളിയുടെ ആയാലും ഫസ്റ്റ് ഹാഫിലെ കോമഡി നല്ല രീതിയിൽ വന്നിട്ട്, അതായത് ഒരു നാട്ടിൻപുറത്തൊക്കെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് അത് പാർട്ടിക്കാരന 2 ചെറുപ്പക്കാർ, അങ്ങനെ ആ രീതിയിലാണ് പടം ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. 3 പാർട്ടിക്കാരെ ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊക്കെ മയത്തിലേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് നിവിൻ പോളിയാണ്. സെക്കൻഡ് ഹാഫ് അത് പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആടുജീവിതത്തിൽ മറ്റേ നജീബ് എങ്ങനെ മരുഭൂമി പോയി പെട്ടോ അതേപോലെ ഒരു ഫീലാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു പടം ഇനി ഒരു സ്ലോ പേസിലായിരിക്കും പോകണമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, പടം ഫുൾ കോമഡിയിലാണ് സെക്കൻഡ് ഹാഫ് ആയാലും പോണത്. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ മറ്റേ നിവിൻ പോളിയുടെ ഒക്കെ പെർഫോമൻസ്, സെക്കൻഡ് ഹാഫിൽ മൊത്തം നിവിൻ പോളിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിൽ നിവിൻ പോളിയുടെ പെർഫോമൻസ് വെച്ച്, അതായത് ഈ എങ്ങനെ പറയുക, ഇപ്പോൾ ഒരു അഗ്നിചിറകുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ ബുക്കൊക്കെ ഇല്ലേ, അതൊക്കെ കാട്ടി ഒരു മോട്ടിവേറ്റ് ചെയ്യണ രീതിയിൽ, അതായത് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിൽ ക്ലൈമാക്സൊക്കെ കൊണ്ട് നിർത്തിപ്പോയി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പാകിസ്ഥാനിൽ പോകണ ഒരു രീതിയൊക്കെ ഉണ്ട്. അത് പടം കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ എന്തിനു പോയി എങ്ങനെ പോയി എന്നൊക്കെ. പക്ഷേ പാകിസ്ഥാനിൽ ചെല്ലുമ്പോഴും നമ്മുടെ സച്ചിൻ്റെ ഫോട്ടോ പാകിസ്ഥാനിലെ അലമാരിയിൽ പൊട്ടിച്ച് വയ്ക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലുണ്ടല്ലോ, അതൊക്കെ ഗംഭീര ഫീലാണ്. അതൊക്കെ തിയേറ്ററിൽ ആ ബീജിയമും കൂടി നമുക്ക് കയറുമ്പോണ്ടല്ലോ, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതാണ്. എന്തായാലും പടം എനിക്ക് വർക്കായിട്ടുണ്ട്, വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും കണ്ടു.